നമ്മളൊക്കെ അവിടെ മാറി നിന്ന് ചിരിക്കണ്ടായിരുന്നല്ലോ. നീ ആരാന്നറിയാതെ അവൻ എന്നോട് വന്നിട്ട് പറയാ നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനേ അവനൊക്കെ. ഇത്ര സ്ഥലമുണ്ടല്ലോ, കയറി പോകാൻ പാടില്ല. ഉറങ്ങിക്കോ. സർ, അജിത് സാറാ. ഫോട്ടോ അയച്ചു തന്നിട്ട് താൻ എവിടെയോ? സാർ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ട്രാഫിക്കിൽ പെട്ടുപോയി. ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് എക്സ്ക്യൂസ് പറയാൻ നിൽക്കാതെ ട്രാഫിക്കിൽ പെട്ടു എന്ന് പറയുമ്പോൾ റിമെമ്പർ യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ട്രാഫിക്. പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ സാർ. സർ, ഇതെന്ന് അവർക്ക് കിട്ടിയ ലെറ്ററാ. ആ, the writer doesn't seem to stop. Where are we in this case? ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് എന്തായി? നിഷ സ്റ്റുഡിയസ് ആയിരുന്നു സർ, സ്കൂളിലും കോളേജിലൊക്കെ. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു, പിന്നെ വളർത്തിയതൊക്കെ അച്ഛനാ. അച്ഛന് അത്യാവശ്യം കൃഷിയും ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിഷ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയതിനു ശേഷം ഒരു 3-4 മന്ത്സിൻ്റെ ഉള്ളിൽ അച്ഛന് മരിച്ചു. സർ, വിനീത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മൂപ്പര് കല്യാണം കഴിക്കുമ്പോൾ ബാംഗ്ലൂരിലായിരുന്നു. നിഷയ്ക്കും അവിടെ ആയിരുന്നു ജോലി. കുഞ്ഞുണ്ടായപ്പോഴാണ് അവർ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ ഒരു ഏട്ടനുണ്ട്, മൂപ്പരും ബാംഗ്ലൂരിലാണ്. അച്ഛനും അമ്മയും ഏട്ടൻ്റെ കൂടെയാണ്. ഓക്കെ, ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു? അല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. അറേഞ്ച്ഡ് ആയിരുന്നു. ആ ശരി, ബാംഗ്ലൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ കാരണം? അത് വ്യക്തമായിട്ട് അറിയില്ല സർ. അവിടുത്തെ ഫാസ്റ്റ് ലൈഫ് ഇഷ്ടമല്ല എന്നതുകൊണ്ട് അവിടുന്ന് ഷിഫ്റ്റായി എന്നാണ് അവരെ അറിയുന്നവർ നമ്മളോട് പറഞ്ഞത്. ഓക്കെ സാർ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിടത്തോളം ഡീസൻ്റ് ആണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാത്രിയിലൊരു റേപ്പ് അറ്റംപ്റ്റ് നടന്നല്ലാണ്ട് പറയത്തക്ക ശത്രുക്കൾ വേറെ ആരുമില്ല. റേപ്പ് അറ്റംപ്റ്റ് നടത്തിയ ആളെക്കുറിച്ച് ഇൻഫർമേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല സർ. CCTV ഉള്ള കാലത്തെ നമുക്കൊന്നും കിട്ടുന്നില്ല, പിന്നെയല്ലേ CCTV ഇല്ലാത്ത കാലത്ത്. ഗൈസ്, എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്താന്ന് വെച്ചാൽ ചെയ്യാ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് സൂൺ. ഷുവർ സർ. ബുക്ക് വെച്ചതാ. മോള് പോയി വായിച്ചോ, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അച്ഛൻ എന്ത് ഉറക്കം വരുന്നു? ബുക്ക് വെച്ചതാ. നമ്മൾ ഇന്നലെ എവിടെ വായിച്ചോ? ഇത് വേറെ. ഈ കുഞ്ഞുകുട്ടികളെ രക്ഷിക്കണമെന്നു. ഈ കുഞ്ഞുകുട്ടി, ഈ തൊപ്പിക്കാരനില്ലേ, ഇവനാണ് ബാഡ് ഗൈ. അപ്പം അങ്ങനെ ഈ ബാഡ് ഗൈ ഈ ആൻറ്റീനെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴെ നോക്കും. അപ്പോൾ ഫാൻറ്റം വരും. ആരാ ഫാൻറ്റം? ഇതാ ദ ഗുഡ് ഗൈ. ഫാൻറ്റം വന്നിട്ട് അവിടെ എല്ലാവരും ഇടിച്ചിട്ടിട്ട് ആ ആൻറ്റീനെ രക്ഷിക്കും. ഇവരെ കൊന്നിട്ട് അവരെയും കൊല്ലുമെന്ന് പറയും. അപ്പോൾ ഫാൻറ്റം പിന്നെയും ആ ബാഡ് ഗൈനെ ഇടിച്ചിട്ട് അയാളെ പൊക്കിയെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് ഇട്ട് ആൻറ്റീനെ രക്ഷിച്ചുകൊണ്ട് പോകും. ഫാൻറ്റം റഫ് ഓൺ റഫ്.
whole jungle say, oh yes. നമുക്കുറങ്ങാം. സാർ സർ എന്തായി സാർ ആളെ കിട്ടിയോ? കിട്ടിയവരെ ഇരിക്കും. താൻ തുടങ്ങിക്കോ. സർ സർ ഞാൻ ഇന്നലെ എവിഡൻസ് ഒക്കെ പരിശോധിക്കായിരുന്നു. ഈ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഹീ ഹൂ ലുക്സ് അപ്പോൺ മൈ ഫേസ് അൺമാസ്ക് വിൽ ഡൈ ഹൊറിബ്ലി. ഇതിൽ ഈ റൈറ്റർ ഒരു മാസ്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്പോ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് ഉപയോഗിക്കണ്ടല്ലോ അല്ലേ സാർ? ഡേവിഡേ, എടോ ഇത് ആ മാസ്ക് അല്ല, പിന്നെ ദിസ് ഇസ് സൂപ്പർ ഹീറോ മാസ്ക്, സ്പൈഡർമാൻ സൂപ്പർമാൻ അതുപോലെയാണോ സർ? ഫാൻറ്റം. ഹൗ ഡു യു സേ ദിസ്? ഈ ലെറ്ററിലെ വാക്യങ്ങളെല്ലാം ഫാൻറ്റം കോമിക്സിലെ ഓൾ ജംഗിൾ സെയിങ് എന്ന് പറയുന്നതാണ്. OJS ഈസ് ഓൾ ജംഗിൾ സെയിങ്. ആദ്യത്തെ കത്തിലുള്ള ഹൈഡ് എനിവെയർ ഡെവിൾ വിൽ ഫൈൻഡ് യു. ഇതിലെ ഡെവിൾ ഫാൻറ്റത്തിൻ്റെ നായയുടെ പേരാണ്. ഓഹോ, അപ്പൊ ഫാൻഡമാണ് ഇതിന് പിന്നിൽ. But we haven't come across such person in this case, sir. This person thinks he's Phantom. So literally, he doesn't wear a mask. ഇയാള് സ്വയം ഫാൻറ്റമാണെന്ന് വിചാരിക്കുന്നു. ഹൂ? സാറ് പറഞ്ഞ പോലെ നമ്മൾ ട്രാഫിക് പെട്ട് കഴിഞ്ഞാൽ ആ. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ട്രാഫിക്. മീൻസ് ദാറ്റ്സ് വാട്ട് വി ആർ ഗോണ ഫൈൻഡ് ഔട്ട്. അല്ല വിനീതിനെ ഹലോ. കളിക്കോ? ഓക്കെ, ഞാൻ അയച്ചു. ശരി കണ്ടാ ആ ശരി ശരി, നീ ഗുഡ് ബൈ ആണല്ലോ. പോട്ടെ ആൻറ്റി. ആ എന്നാ ശരി. ആരാ കാട്ടവിടെ നിനക്ക് ഈ മരത്തിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാം? അവിടെ ചേട്ടാ, ഈ ആലഞ്ചിറ എവിടെയെന്ന് അറിയോ? ആലഞ്ചിറ ഈ ആൽത്തറ അവിടെയാണ്. ആലഞ്ചിറ എന്നൊരു സ്ഥലം അറിയില്ല. ആ, അവിടെയാണല്ലേ. ഓക്കെ. എടാ, ആൽത്തറയല്ലേ, ആലഞ്ചിറയല്ലേ? ആലഞ്ചിറ. എന്തായാലും വണ്ടി ഇരിക്കല്ലേ, അവിടെ പോയി ചോദിച്ചോ. മോനെ, ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോ, പോലീസ് പിടിക്കും. ആ, പിടിക്കും. ഒരു പേടിയില്ല പോലീസ്. അതാണേ, എന്താ പറയാ. യൂണിഫോമിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പണി കൊടുക്കുന്നത്. ചേട്ടാ, ഇവിടെ അടുത്ത് ബുക്ക് സ്റ്റാളുണ്ടോ? ജംഗ്ഷനിലോട്ട് പോയാൽ മതി. അവിടെ ശരി, താങ്ക്സ് ചേട്ടാ. വന്നോളും. ശരിക്കും വേണോ? ചായ കുടിക്കാൻ പോയതാവോ അല്ലേ? സാറേ, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ നളിനെ നിനക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു 3 വർഷം ഒരുമിച്ചായിരുന്നു സാറേ, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ. ഇപ്പോഴും നല്ല കണക്ഷൻ ആണല്ലേ? സാറേ, അങ്ങനെ ചോദിച്ചാൽ വല്ലപ്പോഴും വലിക്കാനും ചായക്കും കാണും. എന്താ സാറേ? ഒന്നുമില്ല, അവനെ നിന്നെ അറിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ ശരി. ശരി സാർ. സാറേ, നമുക്ക് കഴിക്കാൻ പോയാലോ? നായ്ക്ക് പാല് മിക്സ് കൊടുക്കണോ? അത് ചുമ്മാ കൊടുത്താലും കഴിച്ചോളൂ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇവനെന്താ നായയുടെ മരുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്? ഹലോ, കോയമ്പത്തൂരിലേക്ക് ഏതാ വഴി? ഇതിലേ അല്ലേ?